ഹലോ മാസ്റ്റർ, വണ്ടി നിർത്തിയിട്ട് ഫോൺ സംസാരിക്കടാ. ആ മാസ്റ്റർ, രാത്രിയോ? ഇല്ല, ഒരു പരിപാടി ഇല്ല. ഞാൻ എന്തായാലും എത്തും. ഒരു റിഹേഴ്സലും കൂടി നോക്കാം. ഓക്കെ ശരി. രാത്രി എവിടെത്താന്ന്? ഹമീദ് എന്ന് ചൊക്ലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ഞങ്ങളെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. മാത്രമല്ല നിന്റെ അരങ്ങേറ്റം കൂടിയാ. എടാ ബീരാനെ, നമുക്ക് പൊന്നാനി കൂടെ പോയിട്ട് പോടാ. ഹമീദ്, ഇനി പൊന്നാനി വരെ വന്ന് വെറുതെ തല്ലുടുങ്ങാൻ എനിക്ക് കഴിയില്ല. എന്തൊരു കഷ്ടാന്നാല്. അതെൻ്റെ ഉമ്മ നയിക്കൂല, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതെടാ, ഇപ്പം ഞാൻ ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ എനിക്കാരുമില്ലല്ലോ, ഞാനെപ്പോഴും ഒറ്റയ്ക്കല്ലേ. ശരിടാ, ടാറ്റ. ഹമീദേ, സോറി, ഞാൻ വരാം. എനിക്കറിയാം നീ എന്നെ വൈകിട്ട് പോവില്ലാന്ന്. ഞാനൊരു നമ്പർ ഇറക്കിയല്ലേ. അയ്യടാ, പൊന്നാനിക്കല്ല, ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറി പോയാൽ മതി. അതാണല്ലേ. ബീരാനെ, കഷ്ടമുണ്ടോ? എനിക്ക് വാപ്പയൊന്നും ഇല്ലാത്തതല്ലേ. ഹമീദ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കെൻ്റെ പ്രൊഫഷനാണ് വലുത്. ഐ ആം എ പ്രൊഫഷണൽ ഡാൻസർ. ഓക്കെ. ഹലോ അംസക്ക, അതിന് കോൻ്റെ ഒപ്പം കണ്ട് പോന്നൂടായിരുന്നു ഹമീദെ. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു. എൻ്റെ അംസക്ക, എൻ്റെ പാപ്പാക്ക് 2 ഭാര്യമാര്. അതിലൊരാളെൻ്റെ ഉമ്മയല്ലെന്ന് മനസ്സിലായി. അപ്പൊ മറ്റേ ആളാരാ? ആരാ? എൻ്റെ ഉമ്മ. ഞാൻ അവരെ അവിടെ പോയി കണ്ടുപിടിക്കുകയും ചെയ്യും, കൊണ്ടുവരികയും ചെയ്യും, സൈനിമേനെ തന്നെ നിക്കാഹ് കഴിക്കുകയും ചെയ്യും. കണ്ടോ? അത് നടന്നു തന്നെ. ശരി, ഞാൻ വിളിക്കാം. സ്റ്റോപ്പ് എത്തി. ചേട്ടത്രേ? 50 റുപ്യ. ചേട്ടാ, ഈ ഐഷുത്താത്തന്റെ വീട് ഏതാ? വെകിളിത്താത്തയാ? അല്ലല്ല, വെകിളിത്താത്തല്ല, ഐഷുത്താത്ത. ഐഷു അതന്നെ. അത് നേരെ പോയിട്ട് 2 വളവ് കഴിഞ്ഞിട്ട് ഒരു വഴി കാണാം. അതിൻ്റെ അറ്റത്താണ് വീട്. ചേട്ടാ, ഇതെന്താ വില? അതൊരു ഉറുപ്പ്യ. ഇതൊരു 10 പൂജ്യം എടുത്തോ. അങ്ങള് പറഞ്ഞ വെകിളിത്താത്തയാ പോണേ. പത്തരക്കൊന്നും മീൻ തരാൻ പറ്റില്ല എന്ന് മീൻ പറഞ്ഞ എനിക്കൊരാൾക്ക് 10 രൂപയുടെ മീൻ തന്നെ അധികമാണ്. അതും എന്റെ സ്വഭാവം ശരിയല്ല. മീൻ തരാൻ തന്നെ ഞാൻ വിടൂലടാ. ഇങ്ങോട്ടിറങ്ങി ശല്യ. 10 രൂപ അത്ര മോശാ. ഇട് അത്ര പിശുക്കണ്ട. ഇട് പോരട്ടെ. പിടി. ഇതെന്റെ വകയിട്ട് എടുക്കാം. പോടാ നീ പോടാ. തയ്യൽ മെഷീൻ എത്ര ചവിട്ടി കേട്ടോ. ചേട്ടാ, എന്തായി? ഈ ഐഷുത്താത്തയുടെ വീട്? വെകിളിത്താത്തല്ല, ഐഷുത്താത്ത. രണ്ടൊന്നും തന്നെ. ദാ വീട്. ഈ വീടാ? ഓരെ കാണാൻ വന്നാ? ചെല്ല്.
എൻ്റെ പുത്തവും പഠിക്കണവരാരും ഇവിടെ ഇല്ല. എൻ്റെ കച്ചവടമൊന്നും ഇവിടെ നടക്കൂല. കൊണ്ടുപോക്കോ. ഐഷുമ്മയാണോ? ആണെങ്കിൽ ഞാൻ ഹമീദ്, തലശ്ശേരി. ഞാൻ പൊന്നാനിന്നാ. ഒരു ഹൈദറിനെ അറിയോ? ഹൈദർ വേണ്ടാത്ത ബീവിനെ മുയ്യെല്ലാം പോലും കൂട്ടാക്കാത്ത പഹേൻ. ഓന്റെ പേര് പറഞ്ഞ് വരണ്ട. മീൻ വെട്ടണ കത്തിയാ കയ്യില്. വെട്ടു തന്നെ ഞാൻ. പോചക്ക അള്ളാണ് വെട്ടും. മുണ്ടാണ്ട് പൊക്കോ. എന്താ എനക്ക്? ഞാൻ ഹൈദർ പറഞ്ഞിട്ട് വന്നതാ. ഓന്റെ ഒന്നും എനിക്ക് കേക്കണ്ടാന്ന്. ഓൻ ജീവിച്ചിരുന്നാലും മയ്യത്തായാലും എനിക്കൊന്നുമില്ല. ഇത്രയും കാലം തെരഞ്ഞു വരാണ്ട് ഇപ്പൊ വന്നിരിക്കുന്നു ഹൈദറിന്റെ വിശേഷം പറയാനായിട്ട്. അട്ടിനെയും പൂച്ചനെയും കളയണമാരി കളഞ്ഞിട്ട് പാള വിട്ടിരിക്കുന്നു ഹിമാർ. വാപ്പ മയ്യത്തായി. വാപ്പാന്റെ പഴയ ആൾക്കാരൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാ അറിയിക്കാഞ്ഞത്. ഇപ്പൊ എന്തിനാ എന്നെ തെരഞ്ഞു വന്നേ? നിങ്ങൾ എന്റെ ഉമ്മയാണോ? ഈ എന്തിനാ ഇപ്പൊ വന്നേ? നിങ്ങൾ എന്റെ ഉമ്മയാണെങ്കിൽ എന്റെ കൂടെ വന്നൂടെ? ഞാൻ വരൂല. റബ്ബേ. ഓ. പൊര ഇടിഞ്ഞ് തലേ വീണ് ചാവേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്റെ കൂടെ വരുന്നത്? വാപ്പ മയ്യത്തായപ്പോ സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി വെച്ചു. അതിൽ ഒരു ഓഹരി ഇങ്ങടെ പേരിൽ എഴുതി വെച്ചേക്കുന്നേ. അങ്ങനെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈടുണ്ടെന്ന്. എനിക്ക് അറിയാത്തോണ്ടല്ലേ. വാപ്പ എല്ലാരോടും അങ്ങനെ തന്നെയായിരുന്നു, എന്നോടും. ഇപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വന്നില്ലേ? എന്റെ കൂടെ വന്നൂടെ? എന്റെ കൂടെ വന്നാ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഞാൻ പോവാ. തിരിച്ചു പോവാൻ വണ്ടി കിട്ടുവോ? ഇത് പിടിക്ക്. അപ്പൊ നിങ്ങളാണ് എന്റെ ഉമ്മ. ഇനി വൈകിയ കോഴിക്കോട്ട് കയറി ബസ്സില്ല. വേഗം വാ. ചക്ക കുണുങ്ങി കുണുങ്ങി നടക്കല്ലേ. ഉസാറായിട്ട് നടക്ക്. വേഗം വാ. അവിടെ ആരിയ്ക്കണം? ഇങ്ങോട്ട് വാ. ബോധം പൊക്കണമില്ലാത്ത ചക്കൻ. നടക്ക്. അമിത ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. ലേഡീസ് സീറ്റ് അല്ലേ? എന്ത് ലേഡീസ്? ഇവിടെ ഇരിക്കാൻ. അവിടെ ഇരിക്കും. നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് ഞാൻ ഉണ്ടായേ? എന്റെ 16ാമത്തെ വയസ്സിൽ. അപ്പൊ ശയിച്ചു പോവാണല്ലേ? എന്തേ? വാപ്പ എന്നെയും കൊണ്ട് ഇങ്ങടെ അടുത്ത് വന്നിട്ട് എത്ര കൊല്ലായി? എന്റെ പ്രായമായി. അത്ര
ഏതായാലും ഇപ്പൊ കണ്ടില്ലേ. എനിക്കിഷ്ടത്. കൊള്ളാവാ?